ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരുന്നു വിചാരിക്കുന്നു. അൽഹംദുലില്ലാഹ് ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് നോമ്പ് 13 കുഞ്ഞു വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇത് പതിവ് പോലെ തന്നെയാണ് കിച്ചണിലേക്ക് പോയത്. പക്ഷേ നല്ല ലേറ്റായിട്ടോ, ഒരു 5 മണിക്കാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഇത് ഉള്ളിവട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പെട്ടെന്ന് ഉണ്ടാക്കുന്നതിനെ കൊണ്ട് ഉള്ളിയൊക്കെ വേഗം പെട്ടെന്ന് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതാ കടലപ്പൊടിയാണ് ഇടുന്നത്. 2 ടേബിൾ സ്പൂണും കടലപ്പൊടി ഇടാം. ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും ഉണ്ടാക്കുക. ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണിത്. പിന്നെ 2 ടേബിൾ സ്പൂൺ തന്നെ അരിപ്പൊടി ഇടാം. 1 ടേബിൾ സ്പൂൺ നിറയെ നമ്മളെ മൈദപ്പൊടി, 2 ടേബിൾ സ്പൂൺ നിറയെ മൈദപ്പൊടി ഇട്ടോ. പിന്നെ കുറച്ച് മുളക് പൊടി, അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഞാൻ തന്നെ പൊടിച്ചതാണ് കേട്ടോ ഗരം മസാല, അതും ഇടാം. ആവശ്യത്തിന് ഉപ്പ് ഇടാം കേട്ടോ. അതിലേക്ക് നല്ല ആവശ്യമായ വെള്ളം ഒഴിച്ചിട്ട് നല്ല കുഴമ്പ് രൂപത്തിൽ നല്ല കുഴച്ച് സെറ്റാക്കണം കേട്ടോ. അപ്പോൾ അത് വെള്ളമൊക്കെ ഒഴിച്ച് നല്ല സെറ്റായിട്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു മധുരത്തിന് കുട്ടികൾക്ക് പായസമാക്കാമെന്ന് വിചാരിച്ച് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ നല്ല സേമിയ നല്ല വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ബ്രൗൺ കളർ പോലെ ആവുന്ന വരെ വറുക്കട്ടോ. അപ്പോൾ ഇതാ ഗ്യാസൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. നല്ല വറുത്ത് കഴിഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് അതിനെക്കൊണ്ടാണ് വീഡിയോ പെട്ടെന്ന് എടുക്കുന്നത്. പിന്നെ ഇതിന് കൂടെ തന്നെ ഇന്ന് നെയ്ച്ചോറും പിന്നെ എന്താ പറയുക ചിക്കൻ വരട്ടിയതും ആക്കാം. പിന്നെ അതുപോലെ തന്നെ പച്ചക്കായ് വരകിയതാക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇതാ പാൽ വെച്ചിട്ടുണ്ട്, ഏലക്കായ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഏലക്കായ് തിളച്ച് കഴിഞ്ഞ് ഞാനതെടുത്ത് ഒഴിവാക്കും. പിന്നെ ഇതാ പാൽപ്പൊടി കലക്കി ഒഴിച്ചിട്ടുണ്ട്, കൂടെ സേമിയും ഇട്ടിട്ടുണ്ട് കേട്ടോ. പാൽപ്പൊടി ഇട്ടാൽ നല്ലൊരു ടേസ്റ്റുമാണ്. പിന്നെ നമ്മൾ പായസത്തിനൊരു കട്ടി വരും. ഇതിപ്പോൾ അവസാനം ഈ ഏലക്കായ് മൊത്തം ഞാൻ മുകളിൽ കൊടുക്കും, അല്ലെങ്കിൽ മക്കൾ അത് കണ്ടാൽ കുടിക്കില്ല. അപ്പോൾ ഇത് ഏകദേശം പായസം സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ കുറച്ച് നമ്മൾ മിൽക്ക് പേട് ഒഴിക്കുകയാണ്. ആവശ്യത്തിന് മധുരം എത്രയാണോ വേണ്ടത്, ഞാൻ നേരെ മധുരമാക്കാറുള്ളൂ, അത് കുറച്ചാണ് ഒഴിച്ചത്. അപ്പോൾ നല്ല സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മളെ എന്താ പറയുക പിന്നില്ലേ നമ്മൾ നല്ലയില്ലേ, നല്ലയും അണ്ടിയും ബദാമും കിസ്മിസും കൂടിയിട്ടാണ് ഞാൻ തോമിച്ച് ഒഴിച്ചിട്ടത്. നല്ല പശു നെയ്യ് അതിനെക്കൊണ്ട് മക്കൾക്കത് കുഴപ്പമില്ലല്ലോ കൂട്ടുന്നുണ്ട്. പിന്നെ ഞാനിതാ ചിക്കൻ വരട്ടാനുള്ളതാണ്. ചിക്കൻ പൊരിച്ച് വെച്ചിട്ടുണ്ട്, മസാല വേവിച്ചിട്ടുണ്ട്. ഇതിലധികം മസാലപ്പൊടികളൊന്നും ഇടുന്നില്ല കേട്ടോ. ഞാനൊരു മാഗി ക്യൂബ് മാത്രം ഇട്ടിട്ടുള്ളൂ ഇതിലേക്ക്. പിന്നെ ഇതാ പച്ചക്കായ് വിരകാനുള്ള പച്ചക്കായ് നല്ല കുക്കറിൽ പിസലടിപ്പിച്ചിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നെയ്ച്ചോറിന് ഞാൻ വെച്ച് കുക്കറിലാക്കാം, ടൈമില്ലല്ലോ, അപ്പോൾ കുക്കറിലാക്കാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ഉള്ളിയൊക്കെ നല്ലോണം സെറ്റായിട്ടുണ്ട്. വെള്ളം തിളച്ചപ്പോൾ അരിയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതവിടെ മൂടി അടിച്ചതിന് ശേഷം ഞാൻ ആ പച്ചക്കായ് അങ്ങ് സെറ്റാക്കിട്ടോ. മൊത്തം ഹരിബരായി പോയിക്കുന്നത്, കാരണം 5 കഴിഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ ഇതാ ഉള്ളിവട ഉണ്ടത് പൊരിച്ച് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പം ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ അത് ടൈം ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റും ചെയ്യണേ. അപ്പോൾ അസ്സലാമു അലൈക്കും. ഓക്കെ, ബൈ.